അവിടെയാണ് ബിയാത്ത് വരുന്നത്. എന്റെ ട്വിൻസ് ആണ്, 2 ഓർഫൻസ്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. കുറേ നാളായല്ലോ ഒരു വ്ലോഗ് ഇട്ടിട്ട്, കുറച്ച് തിരക്കായിപ്പോയി അതാ. അപ്പോൾ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ പരിപാടി ഉണ്ട്. നമ്മുടെ ദുബായ് വ്ലോഗിലൊക്കെ ഉണ്ടാകുന്ന ഷെർജേച്ചിയുടെ മധുരം വെപ്പയെന്ന്. പിന്നെ കുറേ കസിൻസ് ലാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇന്ന് ഒരാളെ നമ്മൾ പിക്ക് ചെയ്യാൻ പോവാം, ബിയാത്തു ഇന്ന് കൊച്ചി എയർപോർട്ടിൽ രാവിലെ 8:30 എത്തും. അപ്പം നമ്മളിപ്പോൾ പിക്ക് ചെയ്യാൻ വേണ്ടി ഇറങ്ങാൻ പോവാം. അപ്പം ഞാനും ടീനയും അച്ചാച്ചനും കൂടെ പോകാൻ പോകുന്നത്. അപ്പം അധികം സമയമില്ല, ഞങ്ങൾ ഓൾറെഡി ലേറ്റായി. അപ്പം 3 മണിക്കും ബാക്കി വിഷ്വൽസിനെ കാണിച്ചു തരാം. അപ്പം ഞങ്ങൾ ബിയാത്തിനെ വിളിക്കാൻ പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങളുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ബിയാത്തിന് ഞാനുള്ള കാര്യം അറിയത്തില്ല, ടീനയും അച്ചാച്ചനും ഡ്രൈവറെ വിടാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഞങ്ങളുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ടീനയും അച്ചാച്ചനും നൈസായിട്ട് ബിയാത്തിൻ്റെ അടുത്തോട്ട് പോകും, സംസാരിക്കും, ടീന വീഡിയോസ് എടുക്കും ബിയാത്ത് അറൈവ് ചെയ്തൊക്കെ. ഞാൻ നൈസായിട്ട് എവിടെയെങ്കിലും മാറി നിൽക്കും, ഇവർ കുറേ നേരം സംസാരിക്കുന്ന സമയത്ത് നൈസായിട്ട് ബിയാത്തിനെ ഞെട്ടിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്ലാൻ. അതൊന്നും അറിയത്തില്ല. ഇപ്പം ഞങ്ങളിപ്പോൾ എത്താറ് എയർപോർട്ട്. അപ്പം ഞാൻ ഇനി ബിയാത്ത് എത്തിയിട്ടുള്ള വിഷ്വൽസ് കാണിക്കാം. നിങ്ങൾ അത്ര നേരം ഞങ്ങൾ ആ പോകുന്ന ടൈമിൽ ഞാൻ ഇന്നലെ ഒരു പരിപാടിക്ക് പോയിരുന്നു. നമ്മുടെ സ്നേഹിച്ചിട്ട് ആൾസിൻ്റെ അറിയാം, പണ്ടത്തെ എൻ്റെ വീഡിയോസിൽ വന്നിട്ടുണ്ട്. ആ സ്നേഹിച്ചിയുടെ അനിയൻ ടോം ചേട്ടൻ്റെ മധുരം വെപ്പായിരുന്നില്ല. അപ്പം ഞങ്ങൾ ആ പരിപാടിക്ക് പോയ ഒരു വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടു. അപ്പോഴത്തേക്കും ഞങ്ങൾ എയർപോർട്ടിൽ ബിയാത്തിനെ പിക്ക് ചെയ്യും. ചെറുക്കന് മധുരം വെക്കട്ടെ. ടോണിക്ക് വലിയ എന്താ പറയാ ചാനലൊക്കെ ഉള്ളതാണ്. നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളാം ഈ ഒരു സ്പീച്ച് കഴിഞ്ഞതിന് ശേഷം. ഞാനായിട്ടൊരു കാര്യം പറയാം. ദുബായിലെ ടോണി ഞങ്ങളുടെ കൂടെ അടിച്ചു പൊളിച്ച് കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. അവിടുത്തെ എല്ലാ നല്ല നല്ല വീഡിയോസുകളൊക്കെ പകർത്തി നമ്മുടെ കുടുംബങ്ങളുടെ ഇടയിൽ തന്നെ ഷെയർ ചെയ്യാറുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ ടോണി പറയും. പിന്നെ ഒപ്പം തന്നെ നമ്മുടെ ടോമിന് വിവാഹാശംസകൾ തരുന്നു. ഓക്കെ, എനിക്കൊരു മെയിനായിട്ട് ഇപ്പൊ കൂടുതൽ പരിചയമായത് ഈ അടുത്ത് ദുബായിൽ പോയപ്പോഴാണ്. അതിന് മുമ്പ് ഞാൻ ചെറിയ പരിചയമൊക്കെയാണ്. കുഞ്ഞിനൊക്കെ ടോം ചേട്ടൻ്റെ അവിടെ പോയി മീനൊക്കെ പിടിക്കാൻ പോയത്. പിന്നെ ഇപ്പൊ ഈ ദുബായി പോയ പിന്നെയാണ് എല്ലാവരായിട്ട് കൂടുതൽ കമ്പനി ആയത്. ഇപ്പൊ ഇവാൻകുട്ടനൊക്കെ ആയിട്ടാണ് ഇപ്പൊ എന്നെ മറന്നു എന്നാലും പരിചയമായത്. കാലത്തും ചേട്ടൻ സ്നേഹിച്ചി എല്ലാവരായിട്ടും കമ്പനി ആകാൻ പറ്റി. എന്തൊക്കെ ജീവിച്ച അപ്പൊ എന്തായാലും ഓൾ ദ ബെസ്റ്റ് ആൻഡ് കൺഗ്രാറ്റ്സ്. ടോമിൻ്റെ പരിപാടിയൊക്കെ കണ്ടോ? സോ ഞങ്ങൾ ഇപ്പം എയർപോർട്ടിലെത്തി. പക്ഷെ ഞങ്ങൾ ഓൾറെഡി ഇപ്പം നേരത്തെയാണ്, ഒരു ഹാഫ് ആൻ അവർ ഞങ്ങൾ നേരത്തെ എത്തി. അപ്പോൾ ഇപ്പോൾ ടീനെ അച്ചാച്ചനും കൂടെ നേരെ ഇപ്പോൾ അറൈവലിൽ അങ്ങോട്ട് പോകാൻ പോവാം. അപ്പം ഞാൻ നൈസായിട്ട് എവിടെയെങ്കിലും മാറി നിൽക്കാൻ പോവാം, സർപ്രൈസ് ചെയ്യണ്ടേ. പക്ഷെ എന്താണെന്ന് അറിയത്തില്ല, നോക്കാം എന്തായാലും. ഇപ്പം ഞാൻ ടീനോടെല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്നടുത്ത് വെച്ച് കാണാം. ടീനൊക്കെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. ഇപ്പോൾ സർപ്രൈസ് മൊത്തം പൊളിഞ്ഞാൽ ഞങ്ങൾക്ക് ടെർമിനലൊന്ന് മാറിപ്പോയി. ഞങ്ങളിപ്പോൾ ഓടി പെട്ടെന്ന് ഞങ്ങളിത് ടെർമിനൽ 1 ബിയാത്ത് വരുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ നൈസായിട്ട് മാറി നിൽക്കുക. അവിടെയാണ് ബിയാത്ത് വരുന്നത്. ഞാൻ കുറച്ച് അറിയാൻ ടീനോടെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ബിയാത്ത് വരുന്നതിൻ്റെ സീൻസൊക്കെ ഷൂട്ട് ചെയ്തേക്കണേന്നൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബിയാത്ത് എത്തി കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അങ്ങോട്ട് ചെല്ലാം. എന്താ റിയാക്ഷൻ നോക്കാമല്ലോ. ബിയാത്ത് വന്നു ഗൈസ്.
അങ്ങനെ ഞങ്ങൾ ബിയാത്തുവിനെ പിക്ക് ചെയ്ത് കഴിഞ്ഞ് നേരെ അമ്പിസ്വാമി പോയി ഫുഡ് കഴിച്ചിട്ട് നേരെ ആലപ്പുഴയ്ക്ക് വന്നു. ആൻഡ് ഇത് ബിയാത്തു ലഗേജ് വീട്ടിലേക്ക് കയറ്റുന്ന സീൻസാണ്. നിങ്ങളിപ്പോൾ കണ്ടതെല്ലാം ഉച്ചയ്ക്ക് മുമ്പുള്ള പരിപാടികളാണ്. ഞങ്ങളിത് ഇപ്പോൾ അങ്കമാലിയിലെത്തി, പരിപാടിക്ക് എത്തി. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. ഞങ്ങൾ ഓൾറെഡി ലേറ്റായിട്ട് എത്തി. പക്ഷേ ഞാൻ എൻ്റെ ഡ്രസ്സ് ഒന്നും എടുത്തില്ല. നാളെ എൻഗേജ്മെൻറ്റുള്ള ഡ്രസ്സ്, ഇന്നത്തെ ഡ്രസ്സ് ഒന്നും എടുത്തില്ല. ഇത് ഇവിടുത്തെ എനിക്ക് ഒരു കസിനുണ്ട് ഷൈൻ, സോണിച്ചേട്ടൻ്റെ, ഒന്നും എടുത്തില്ല. നാളെ രാവിലെ 4 മണിക്ക് ഞാൻ പോകും. എടുക്കണം, സാധനമെല്ലാം എടുക്കണം, അല്ല ശരിയാകത്തില്ല. ഞാൻ കുറേ ഡ്രസ്സിങ് എല്ലാം പ്ലാൻ ചെയ്ത് എല്ലാം തേച്ച് വെച്ചെല്ലാം സെറ്റാക്കിയതാണ്. അതുകൊണ്ട് നാളെ രാവിലെ വേണം. അപ്പോൾ ഇന്ന് നൈറ്റ് ഫുള്ള് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് നമ്മുടെ പരിപാടിയുടെ. കാര്യം എൻ്റെ മൈൻഡ് ഫുള്ള് പോയിരിക്കാം. വേറെ ഫോണിലെടുത്ത് ഇപ്പോഴും എൻ്റെ ഫോൺ കിട്ടുക തന്നെ. എൻ്റെ ഫോൺ വരെ കാണാൻ പോയി എൻ്റെ ഇടയ്ക്ക്. അങ്ങനെ ഞാൻ എൻ്റെ കസിൻസിനൊക്കെ എല്ലാവരും കാണിച്ചു തരാം. ഇതാണ് ഷൈൻ. ഷൈനൊക്കെയാണ് നമ്മുടെ യൂട്യൂബ് തുടങ്ങാനുള്ള വൺ ഓഫ് ദി മെയിൻ പ്രചോദനം. ഇത് ബിയാത്തു, ഇത് ഏമി, ഇത് മിഷേല്, ഇതറിയാലോ, ഇത് റോസ് ചേച്ചി, ഇത് സോണിച്ചേട്ടൻ. റീൽസില്ല, ഇതാണ് വ്ളോഗ്, ടോണീസ് വ്ളോഗ്. ഇതാണ് ലിയാൻ ചേച്ചിയും ജോമൻ ചേട്ടനും. ഷെറിൻ ചേച്ചിയുടെ പരിപാടിയുടെ അതേ വീക്കിൽ തന്നെ അപ്പയുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. സോ അപ്പയ്ക്ക് ഞങ്ങളൊരു സർപ്രൈസ് കേക്ക് കട്ടിങ്ങും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിസംബർ 25 ഉണ്ണീഷോ പിറന്ന ദിവസം. പിന്നെ ഞങ്ങള് 60ാമത്തെ പിറന്നാള് ഇവിടെ എല്ലാവരും കൂടിയിട്ട് ഒന്ന് ആഘോഷിക്കാന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ജോമന ചേച്ചിന്റെ ഫാമിലിനെ ഒപ്പം ക്ഷണിക്കുന്നു. ബിന്ദു ആന്റി, ടോണി ആൻഡ് ടീന ഓൾസോ. എന്റെ ട്വിൻസ് ആണ്, 2 ഓർഫൻസ്. വന്നു നിന്നു നീ എന്റെ ജന്മസാഫല്യമേ. വന്നു നിന്നു നീ എന്റെ ജന്മസാഫല്യമേ. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ. എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി, മലർത്തേൻ കിളി. ഷുഗർ കയറ്റില്ല നിങ്ങളുടെ കൊടുത്ത്. എല്ലാരും പോയി. കല്യാണത്തിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് വെല്ലിച്ചാച്ചനും വത്സനാരും കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്തതായി കല്യാണത്തിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ബിയാത്തുവാണ്. ബിയാത്തുവിനെ വായിക്കലാണ് ഇപ്പൊ കല്യാണത്തിന് നാളെ സമ്മതം പറയാൻ പോകുന്ന നമ്മുടെ ഷെറിനാണ് ബിയാത്തുന് വായിക്കാൻ പോകുന്നത്. ആദ്യത്തെ പഞ്ച് കിട്ടില്ല, അത് ബെഞ്ച് ചെയ്തിട്ട് സൗണ്ട്. റെഡി, 1 2 3. എല്ലാ കസിൻസും നമ്മുടെ സുന്ദരിയായ ഷെറിൻ ചന്ത ചാട്ടാൻ പോവാണ്. എല്ലാവരും വരേണ്ടതാണ്. ഓൾറെഡി ചേച്ചു. ആരും ഗോപി ഇടല്ല, എനിക്കൊരു ഗോപി ഇടണം. ചന്തം ചേർത്താൻ പോവുകയാണ്. എല്ലാവരും വരേണ്ടതാണ് പ്ലീസ്. സെൽഫ് ട്രോളിംഗ് ആണ്. ഈശ്വര എന്നെ കുളിപ്പിച്ച് കുറച്ചും കൂടെ ആവായിരുന്നു. ഇങ്ങോട്ട് നോക്കണ്ട.
അലമ്പയ്ക്കോ കണ്ണി കുത്ത്, കണ്ണി കുത്തിക്കോ. ആക്രമിച്ചോ ആക്രമൺ. ഒന്ന് കെട്ടിപ്പിടിച്ചേ നാത്തുന, ഒന്ന് കെട്ടിപ്പിടിച്ചേ നാത്തുനെ കെട്ടിപ്പിടിച്ചേ. ശരൺ കല്യാണം കഴിഞ്ഞ റോസ് ചേച്ചിയുടെ എന്റെ ദൈവമേ. അങ്ങനെ കല്യാണ പെണ്ണിന്റെ സെലിബ്രേഷൻ തുടങ്ങിയിരിക്കുകയാണ്. ഫസ്റ്റ് യു ലൈറ്റ് ഇറ്റ്. കൊച്ചു അത് ചെറുതായിട്ട് Last but not the least, വേഗത്ത് പറ, അവരുടെ ക്ലാബറാന്ന് പറ. പോയി 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 രണ്ട് കസേര കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ നമ്മൾ ഫ്രണ്ട്സിന് ഫാമിലിയിൽ നിൽക്കാനൊക്കെ കഴിക്കും.